സോ കമ്പനി ഓൾറെഡി നമ്മൾ ക്ലിയർ ചെയ്ത് നമ്മൾ സംസാരിച്ച്. സോ ആമസോൺ ആണ് നമ്മൾ കമ്പനിയുടെ എക്സാമ്പിൾ പിക്ക് ചെയ്ത്. ആമസോണിന്റെ നെറ്റ്വർക്കിന്റെ പേരാണ് ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാം. ദെൻ അഫിലിയേറ്റ് ആമസോണിനകത്ത് 2 ടൈപ്സ് ഓഫ് കുക്കീസ് ഉണ്ട്. ഈ കുക്കീസ് ഒന്ന് മനസ്സിലാക്കണം. കുക്കീസിന്റെ കോൺസെപ്റ്റ് കഴിക്കുന്ന കുക്കി അല്ല, ഇത് ബേസിക്കലി സിസ്റ്റമിനകത്ത് വരുന്ന കുക്കീസ് ആണ്. ആ കുക്കീസിന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ ആ കുക്കീസിന്റെ ബേസിസിൽ നിങ്ങളുടെ ഡാറ്റാബേസ്, നിങ്ങൾ ചെയ്ത ബിഹേവിയർ അയാളുടെ ബ്രൗസറിനകത്ത് സേവ് ആയിട്ട് കിടക്കും. ഇപ്പൊ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാവരും പഠിക്കുന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റീമാർക്കറ്റിംഗ് ക്യാമ്പയിൻ. ഹൗ ഒരു കസ്റ്റമർ നമ്മളൊരു പേജിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെ റീടാർഗറ്റ് ചെയ്യാൻ പറ്റും. സോ ലൈക്ക് ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പൊ ആമസോണിനകത്ത് പോയിട്ട് ഒരു സാധനം കണ്ടിട്ട് വന്ന ഒരു പ്രൊഡക്റ്റ് കണ്ടുവന്നാല് വേറെ ഏത് വെബ്സൈറ്റിലും ഏത് യൂട്യൂബിലും ഏത് ഫേസ്ബുക്കിലും പോയാൽ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നിങ്ങളെ ഫോളോ ചെയ്യുന്ന കാണാം. സോ ദാറ്റ് ഈസ് റീമാർക്കറ്റിംഗ് സെക്ഷൻ ആണ്. സോ ഈ റീമാർക്കറ്റിംഗ് എല്ലാം വർക്ക് ആവുന്ന കുക്കീസിന്റെ ബേസിസിലാണ്. സോ അതേപോലെ തന്നെ ആമസോണിനകത്ത് 2 ടൈപ്സ് ഓഫ് കുക്കീസ് ഉണ്ട്. ഒന്ന് 24 hours കുക്കീസ് ഉണ്ട്, ഒന്ന് 90 days കുക്കീസ് ഉണ്ട്. 24 hour കുക്കി ആണ് മെയിൻ കുക്കീസ്. ഈ കുക്കി പറയുന്നത് എന്താന്ന് പറഞ്ഞാല് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് വഴി ഒരാള് ആമസോണിനകത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ വിതിൻ 24 hours അയാൾ എന്ത് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് അതിന്റെ കമ്മീഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു പെൻസിലാണ് പ്രൊമോട്ട് ചെയ്തത് 10 രൂപയുടെ. ആ പെൻസിൽ വാങ്ങാൻ വേണ്ടി അയാൾ അവിടെ വന്ന് ബട്ട് വാങ്ങിയിട്ട് പോയ അയാൾ ഒരു ടി വി ആണെങ്കിൽ യു വിൽ ഗെറ്റ് കമ്മീഷൻ ഫോർ ടി വി. ഗെറ്റിംഗ് മൈ പോയിന്റ്? സോ എനി പ്രൊഡക്റ്റ് ദേ ബൈ വിതിൻ ദാറ്റ് 24 hours കുക്കി സൈക്കിളിനകത്ത് വാങ്ങുവാണെങ്കിൽ യു വിൽ ഗെറ്റ് കമ്മീഷൻ. നെക്സ്റ്റ് തിങ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വേറെ ആളുടെ അഫിലിയേറ്റ് ലിങ്ക് അവർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെ തീർന്ന്. ഇനിയിപ്പോ ആരുടെയാണ് ലാസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കുന്നത് അയാളുടെ അഫിലിയേറ്റ് ലിങ്ക് ആയിരിക്കും ആക്റ്റീവ് ആവും. സോ ഓൺലി ഈ 2 സാധനമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നിങ്ങളെ ക്ലിക്ക് ചെയ്ത് ബട്ട് അതേ കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വേറെ ഒരാളുടെ വന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ നിങ്ങളുടെ പോയി ഇനിയിപ്പം ആരുടെയാണ് ലേറ്റസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കുന്നത് അവർക്കായിരിക്കും ആ കമ്മീഷൻ പോകാൻ പോകുന്നത്. 90 days കുക്കീസ് എങ്ങനെയാ വർക്ക് ആവുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾ നിങ്ങളുടെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വന്ന് ആ പ്രൊഡക്റ്റ് അയാൾ വിഷ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു. സോ വിഷ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ഗോയിങ് ടു ഗെറ്റ് കമ്മീഷൻ ഫോർ ദാറ്റ്. വിത്തിൻ 90 days അയാൾ ആ വിഷ് ലിസ്റ്റിനകത്ത് നിന്ന് എടുത്തിട്ട് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ മേക്ക് മണി ഫോർ ദാറ്റ്. സോ ദാറ്റ് ഇസ് ദ അഫിലിയേറ്റ് എന്ന് പറയുന്ന കുക്കീസ് ആണ്. ഈ കുക്കീസ് മനസ്സിലാക്കണം, ഓരോ കമ്പനികളുടെ കുക്കീസ് വേറെ വേറെയാണ്. ലൈക് ഡ്യൂറേഷൻസ് വേറെ വേറെയാണ്. ചിലർ 30 days കുക്കീസ് തരാറുണ്ട്, ചിലർ 90 days കുക്കീസ് തരാറുണ്ട്. സോ ഒരു വട്ടം ആൾക്കാരെ മാത്രം വെബ്സൈറ്റിനകത്ത് എത്തിച്ചാൽ മാത്രം മതി. വിതിൻ 30 days അയാൾ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ മേക്ക് മണി. സോ ദാറ്റ് ഇസ് ദ കുക്കി. സോ യു നീഡ് ടു ബി റിമെമ്പർ അബൌട്ട് ദ കുക്കീസ് സെക്ഷൻ.